പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഫോസിൻ്റെ റെസ്പോൺസിബിൾ പാരൻറ്റിംഗ് എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ മനുഷ്യരൊക്കെ പൊതുവെ ഏറ്റവും നല്ലത് ആഗ്രഹിക്കുന്നവരാണല്ലോ. അത് ഉപയോഗവസ്തുക്കളായാലും അവസരങ്ങളായാലും. സാമ്പത്തികം അനുവദിക്കുമെങ്കിൽ നാം തിരഞ്ഞെടുക്കുന്ന വസ്തുക്കളെല്ലാം നല്ല ബ്രാൻഡ്, ഈടൊറ്റത്, ഉറപ്പുള്ളത് തുടങ്ങി എല്ലാ അർത്ഥത്തിലും നല്ലതും കാര്യക്ഷമവുമായ വസ്തുക്കളാണ്. ഒരു വീട് പണിയുമ്പോഴും വാഹനം വാങ്ങുമ്പോഴും ഒക്കെ നാം എത്രമാത്രം പ്ലാൻ ചെയ്യുന്നു, എത്രയോ പേരോട് ചർച്ച നടത്തുന്നു. ആധുനിക കാലത്ത് ഇന്റർനെറ്റിൽ അന്വേഷിക്കുന്നു, മറ്റ് കൺസൾട്ടൻസി ഏജൻസികളുടെ സഹായം തേടുന്നു. എന്തിന്? ഒരു സിനിമ കാണാൻ പോകുന്നതിന് മുൻപ് അതിന്റെ റേറ്റിംഗ് എന്താണെന്ന് അന്വേഷിച്ചറിയുന്നവർ പോലും ധാരാളമാണ്. എന്നാൽ കാര്യമായ ഒരു മുന്നൊരുക്കവും വേണ്ടത്ര പഠനവും ഒന്നുമില്ലാതെ നടക്കുന്ന ഒരു കാര്യമാണ് മക്കളുണ്ടാവുക എന്നത്, അല്ലെങ്കിൽ പാരന്റിങ് എന്ന് പറയുന്നത്. അതിനേക്കാൾ അധികമായി അവരെ വളർത്തുക എന്നുള്ളത്. എത്ര പേർ ഈ കാര്യത്തിന് ചെയ്യേണ്ടതായ മുന്നൊരുക്കം ചെയ്യുന്നുണ്ട്? ഒരാൾ വിവാഹം കഴിക്കാൻ ഒരുങ്ങി എന്ന് വരാം. പഠനം കഴിഞ്ഞ് നല്ല ജോലി സമ്പാദിച്ച്, സാധാരണ ഭാഷയെ പറഞ്ഞാൽ നല്ല രീതിയിൽ സെറ്റിൽഡ് ആയതിനു ശേഷം മാത്രം മതി വിവാഹം എന്ന് പറയുന്നവർ ധാരാളമുണ്ട്. അവർ അങ്ങനെ ചിന്തിക്കുന്നത് വിവാഹം കഴിഞ്ഞ് സ്വന്തമായി കുടുംബം ഉണ്ടാകുമ്പോൾ ആ കുടുംബത്തെ, ഭാര്യയെ, ഭർത്താവിനെ, മക്കളെ നല്ല രീതിയിൽ നോക്കാനുള്ള സാമ്പത്തികമായ സാഹചര്യം, സുരക്ഷിതമായ വീട് എന്നിവയൊക്കെ ഉണ്ടെന്ന് ഉറപ്പാക്കാനാണ്. അതൊന്നും ഇല്ലാത്തവർക്ക് ജീവിത പങ്കാളിയെ ലഭിക്കാൻ ഇന്നത്തെ കാലത്ത് പ്രയാസമായിരിക്കും. പെൺമക്കളെ കെട്ടിച്ച് അയക്കുമ്പോൾ ഭർത്താവിന്റെ പഠനം, ജോലി, സാമ്പത്തിക ചുറ്റുപാട് എന്നിവയെല്ലാം അന്വേഷിച്ചറിഞ്ഞ് നല്ല സംതൃപ്തി ഉണ്ടെങ്കിൽ മാത്രമേ വിവാഹം കഴിക്കാൻ ഇന്നത്തെ പെൺകുട്ടികൾ തയ്യാറാവുകയുള്ളൂ. അങ്ങനെയുള്ളവർക്കേ മക്കളെ കല്യാണം കഴിച്ച് കൊടുക്കുകയുള്ളൂ എന്ന് വധുവിന്റെ വീട്ടുകാർ നിർബന്ധം പിടിച്ചേക്കാം. മക്കളുണ്ടായാൽ അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ, ഒന്നാം തരം സ്കൂളിലോ കോളേജിലോ പഠിപ്പിക്കാനാണ് ഏതൊരു രക്ഷിതാവും ആഗ്രഹിക്കുന്നതും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതും. അതേസമയം മാതാപിതാക്കളിൽ എത്ര പേർ അവരുടെ മക്കളുടെ വിവാഹത്തിന് തയ്യാറെടുക്കുമ്പോൾ ആ മക്കൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്താനുള്ള സാമാന്യ പരിജ്ഞാനവും വിവേകവും കാര്യപ്രാപ്തിയും ഒക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. നിലവിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളോ ഏജൻസികളോ പുതുതായി വിവാഹിതരാക്കുന്നവർക്കും ആയവർക്കും മക്കളെ വളർത്താനുള്ള ഒരു പരിശീലനം നൽകുന്നുണ്ടോ? അംഗനവാടിയിലെ അധ്യാപകർ തുടങ്ങി ഏത് മേഖലയിൽ ജോലിക്ക് പോലും അർത്ഥികൾക്ക് ഒരു നിശ്ചിത യോഗ്യത ആവശ്യമാണെന്ന് നിഷ്കർഷിക്കുന്നുണ്ടല്ലോ. തീർച്ചയായും അത് ആവശ്യമാണ്. അതേസമയം ഒരുപക്ഷെ ലോകത്ത് തന്നെ ഏറ്റവും ഭാരിച്ച ഉത്തരവാദിത്വമായ റെസ്പോൺസിബിൾ പാരന്റിങ്ങിന് ഒരു യോഗ്യതയുടെയും മുന്നൊരുക്കത്തിന്റെയും ആവശ്യമില്ലാത്ത വ്യവസ്ഥിതിയിലാണ് നാം ജീവിക്കുന്നത്. മക്കളുണ്ടാകാനുള്ള ആരോഗ്യപരവും ലൈംഗികപരവുമായ പൊട്ടൻസി അഥവാ കഴിവുണ്ടായാൽ മാത്രം മതി മക്കൾ വിവാഹം ചെയ്ത് ഒരു കുടുംബമാകാനുള്ള യോഗ്യതയായി എന്ന് ബഹുഭൂരിഭാഗം ആളുകൾ വിശ്വസിക്കുന്നു. മാത്രവുമല്ല, മക്കളുണ്ടായാൽ അവരെ വളർത്തുക എന്നത് ഒരു സ്വാഭാവിക പ്രക്രിയയായി മാത്രം കരുതുന്നവരാണ് നമ്മൾ പലരും. രക്ഷാകർതൃത്വമാണ് ലോകത്തിൽ തന്നെ ഏറ്റവും ഭാരിച്ച ഉത്തരവാദിത്വം എന്ന് പറയുന്നതിൽ യാതൊരു അതിശയോക്തിയും ഉണ്ടാകേണ്ട. ഒരുപാട് ശാസ്ത്രജ്ഞർ മാസങ്ങളോ ഒരുപക്ഷെ വർഷങ്ങൾ തന്നെയും പരിശ്രമിച്ചിട്ടാണ് റോക്കറ്റും മിസൈലുമൊക്കെ ഉണ്ടാക്കുന്നത്. എത്രമാത്രം പഠനവും പ്ലാനിങ്ങും ചർച്ചകളുമൊക്കെ നടത്തിയതിനു ശേഷമാണ് അവ ഓരോന്നും പരീക്ഷിക്കുന്നത്. അതിന് പ്രധാനമായി 2 കാരണങ്ങളുണ്ട്. 1, ഭാരിച്ച സാമ്പത്തിക ബാധ്യത. 2, പ്രതീക്ഷിച്ചതുപോലെ അവയൊക്കെ ലക്ഷ്യം കൈവരിക്കാനായില്ലെങ്കിൽ സംഭവിക്കാവുന്ന ദുരന്തവും അതിൻ്റെ പരിണത ഫലങ്ങളും. അത് വളരെ ദൂരവ്യാപകമാകാം. എന്നാൽ ഇതിനേക്കാളൊക്കെ ഏറെ പ്രധാനപ്പെട്ടതല്ലേ ഒരു മനുഷ്യക്കുഞ്ഞിൻ്റെ രൂപീകരണം? ഒരാളുടെ തെറ്റായ കാഴ്ചപ്പാടുകൾ കൊണ്ടും അവ കൊടുക്കുന്ന തെറ്റായ പ്രാധാന്യം കൊണ്ടും എത്രയോ വലിയ ദുരന്തങ്ങൾ ലോകത്തിൽ ഉണ്ടായേക്കാം. ഹിറ്റ്ലർ എന്ന ഒരേയൊരു മനുഷ്യന്റെ തെറ്റായ നയങ്ങൾ മൂലം ലോകം അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങളും ദുരിതങ്ങളും കുറച്ചൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വം രക്ഷാകർതൃത്വം തന്നെയാണ്. വിവാഹിതരാകുന്ന ഏതൊരു വ്യക്തിയും അച്ഛനോ അമ്മയോ ആകുന്നതിന് മുമ്പ് തന്നെ താൻ ഏറ്റെടുക്കാൻ പോകുന്ന ഈ വലിയ ഉത്തരവാദിത്വത്തെക്കുറിച്ച് നല്ല അറിവുള്ളവരാകണം. അതിന് ആവശ്യമായ മുന്നൊരുക്കം നടത്തണം. നല്ല രീതിയിൽ മക്കളെ വളർത്തിയ ഏതെങ്കിലും മാതാപിതാക്കളെ അനുകരിക്കുന്നതും പൂർണ്ണമായും പ്രായോഗികമാവില്ല. ഒരു മിസൈൽ ഉണ്ടാക്കുന്നതിൽ വിജയിച്ചാൽ അതേ രീതി അനുസരിച്ച് നിരവധി മിസൈലുകൾ നമുക്ക് നിർമ്മിക്കാൻ കഴിയും. എന്നാൽ അങ്ങനെ ഒരു രീതിയും പ്രായോഗികതയും മനുഷ്യ മക്കളെ വളർത്തുന്ന കാര്യത്തിൽ സാധ്യമല്ല. ഓരോ കുഞ്ഞും യുണീക്ക് ആണ്. വളരുന്ന സമയ സാഹചര്യങ്ങൾ തീർച്ചയായും വ്യത്യസ്തമാണ്. അത്തരം വ്യതിരക്തതകളെ മറികടന്ന് അല്ലെങ്കിൽ അതിജീവിച്ച് മക്കളെ ഓരോരുത്തരെയും നല്ല പൗരന്മാരായി വളർത്താനുള്ള പാഠവും ഓരോ രക്ഷിതാവിനും ഉണ്ടാകേണ്ടതുണ്ട്. തന്മൂലമാണ് രക്ഷാകർതൃത്വം ഏറ്റവും ഭാരിച്ചതാണ് എന്ന് പറയുന്നത്. ആയതിനാൽ
ലാഘവത്തോടു കൂടി സമീപിക്കേണ്ട ഒരു ജോലിയല്ല ഇതെന്ന ബോധ്യവും അറിവും ഏവർക്കും ഉണ്ടാകണം. മറ്റുള്ളവരുടെ പരിജ്ഞാനവും പരിശീലന മികവുമൊക്കെ സഹായകമായേക്കാം. അതേസമയം എന്തൊക്കെ കാര്യങ്ങൾ അനുകരണീയമാണ്, ഏതെല്ലാം കാര്യങ്ങളിൽ പുതിയ വേറിട്ട സമീപനങ്ങളും പരീക്ഷണങ്ങളും വേണം എന്നൊക്കെയുള്ള തിരിച്ചറിവ് ഉണ്ടായേ തീരും. അത് മനസ്സിലാക്കാനുള്ള പക്വതയും വിവേകവും ഓരോരുത്തരും സ്വായത്തമാക്കേണ്ടതുണ്ട്. അടിസ്ഥാനപരമായി മാതാപിതാക്കൾ മാതൃകാപരമായ ഒരു ജീവിതം നയിക്കുക എന്നതാണ് പ്രധാനം. മക്കളുടെ ആദ്യത്തെ ഗുരുഭൂത് അവരുടെ മാതാപിതാക്കളാണല്ലോ. അവർ എന്ത് ചെയ്യുന്നു, പറയുന്നു തുടങ്ങിയ ഓരോ കാര്യത്തെക്കുറിച്ചും മക്കൾ തങ്ങളുടെ രക്ഷിതാക്കളെയും മുതിർന്നവരെയും സാഹൂതം വീക്ഷിച്ചുകൊണ്ടിരിക്കും. ഏതെങ്കിലും തരത്തിലുള്ള ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ അവ ഉപേക്ഷിച്ച് വിശ്വസ്തരായ കഠിനാധ്വാനികളായ രക്ഷിതാക്കളാകാൻ സാധിക്കുക എന്നതാണ് കുടുംബജീവിതത്തിലേക്കുള്ള പ്രവേശന പരീക്ഷ. അത് വിജയിച്ചാൽ ഏറ്റവും വലിയ കടമ അഥവാ ദൗത്യം പൂർത്തിയാക്കി എന്ന് പറയും. അതിന് എല്ലാ മാതാപിതാക്കൾക്കും, മാതാപിതാക്കളാകാൻ ആഗ്രഹിക്കുകയും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നവർക്കും സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എന്നെ ശ്രവിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദി. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യണേ. താങ്ക് യു.